ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടം 300 പ്രകാരമാണ് പ്രത്യേക പ്രസ്താവന നടത്തിയത്. NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്നാണ് സർക്കാരിന്റെ നയമെന്നും ഇതിനായി സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയെന്നും മന്ത്രി വ്യക്തമാക്കി. NSSന് നൽകിയ ഉത്തരവ് സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് സർക്കാരിന്റെ നയം. ഇതിനായി സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. 2025 മാർച്ച് 4-നാണ് NSSന് അനുകൂലമായ സുപ്രീം കോടതി വിധി വന്നത്. ഈ വിധി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ട് മറ്റു മാനേജ്മെന്റുകളും രംഗത്ത് വരികയുണ്ടായി. മറ്റു മാനേജ്മെന്റുകൾക്കും NSS വിധി ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാവർക്കും ബാധകമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 14-ലേക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ മാറ്റിയിരിക്കെയാണ്. NSS പോലെ മറ്റു മാനേജ്മെന്റുകൾക്കും അനുമതി നൽകണം എന്നതാണ് സർക്കാർ നയം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം മറ്റ് അധ്യാപകരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 94471321. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.